Hello, good morning. Today we are going to discuss about dyes. എന്താണ് dyes? What are dyes? Dyes are colored organic compounds having the property of firmly imparting color to other substances such as textile fibers, wool, silk, leather, paper, inks, toys, hair, foodstuff, etc. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത്. ഡൈസ് ആർ കളേർഡ് സബ്സ്റ്റൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു കളർ ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്, വൂൾ, സിൽക്ക്, ലെതർ, പേപ്പർ, ഇങ്ക്സ്, ടോയ്സ്, ഹെയർ, ഫുഡ് സ്റ്റഫ് എക്സെട്ര. അപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മാലക്കൈറ്റ് ഗ്രീൻ, ഓറഞ്ച് 1, ഓറഞ്ച് 2, ആലിസാരിൻ എക്സെട്ര. ദിസ് ഓറഞ്ച് 1, ഓറഞ്ച് 2, ആലിസാരിൻ etc. are used to color wool, silk, leather, paper, etc. Many more examples are there like Martius yellow, indigo, Congo red, para red, Tyrin purple, മോവിൻ ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡൈസ് അവൈലബിൾ ആണ് ഫോർ കളറിങ് ഹെയർ, ഫുഡ് ആസ് വെൽ ആസ് ഡ്രസ് മെറ്റീരിയൽസ്, ടോയ്സ് എക്സെട്ര. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഡൈ? ഒരു കെമിക്കൽ ഡൈ ആവാൻ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദ ചാപ്റ്റർ. വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഡൈ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദീസ് ആർ ദ റിക്വയർമെൻറ്റ്സ്. അതായത് ഒരു 4-5 റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഒരു കെമിക്കൽ ഡൈ ആയിട്ട് ഇരിക്കണമെങ്കിൽ. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്യൂട്ടബിൾ കളർ, ഇറ്റ് ഷുഡ് ബി എ കളർ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ഫിക്സിങ് ഇറ്റ് സെൽഫ് ടു ദ മെറ്റീരിയൽ ബീയിങ് ഡൈഡ്. അതായത് ഇപ്പോൾ ഏത് മെറ്റീരിയലാണോ നമ്മൾ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മെറ്റീരിയൽ ഫിക്സ് ചെയ്തിട്ട് നിൽക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിക്വയർമെൻറ്റ്. ആൻഡ് ദ തേർഡ് റിക്വയർമെൻറ്റ് ഈസ് വെൻ ഫിക്സ്ഡ് ടു ദ മെറ്റീരിയൽ ഇറ്റ് മസ്റ്റ് റീറ്റെയിൻ ഇറ്റ്സ് കളർ. അതായത് നമുക്കറിയാം ഇപ്പോൾ ഡ്രസ്സിൽ കളറ് ചെയ്യുന്ന സമയത്ത് അത് ചില ചില കളറുകൾ നമ്മൾ ഡ്രസ്സിൽ നിൽക്കില്ല. അതായത് ഇപ്പോൾ വെയിലത്തിട്ടാൽ, അതേപോലെ വാഷ് ചെയ്യുമ്പോൾ, വാട്ടറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ, എയറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ വേഗം തന്നെ ഫെയ്ഡായി പോണ കളറുകളുണ്ടാവും. അപ്പം അത് ഒരു ഡൈയുടെ ഒരു നല്ല പ്രോപ്പർട്ടി അല്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ഫാസ്റ്റ്നെസ് എന്നാണ്. അതായത് ഒരു ഡൈ അത് ഏത് മെറ്റീരിയലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ മെറ്റീരിയലിൽ കുറേ കാലം ലോങ് ലൈഫ് ഉണ്ടാകുമ്പോൾ നമുക്കതിന് ഫാസ്റ്റ്നെസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതൊരു റിക്വയർമെൻ്റ് ആണ്. വെൻ ഫിക്സ്ഡ് ടു ദ മെറ്റീരിയൽ ഇറ്റ് മസ്റ്റ് റിട്ടേൺ ഇറ്റ്സ് കളർ ഈവൻ ഓൺ പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു സൺലൈറ്റ്, ഹീറ്റ് ആൻഡ് അതർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, ആൻഡ് വെൻ ഹീറ്റഡ് വിത്ത് വാട്ടർ ആൻഡ് സോപ്പ് ഡ്യൂറിങ് വാഷിംഗ്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഫാസ്റ്റ്നെസ് ഓഫ് ദി ഡൈ. അപ്പോൾ ഫാസ്റ്റ്നെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ റിക്വയർമെൻറ്റ്. ആൻഡ് ദ ഫോർത്ത് റിക്വയർമെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഫാസ്റ്റ് ടു ദ അതർ ഓർഡിനറി കെമിക്കൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഡ്യൂറിങ് ഡ്രൈ ക്ലീനിങ് ഓഫ് ഡൈഡ് ക്ലോത്ത്സ്. ഡ്രൈ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് വേറെ കെമിക്കൽസ് യൂസ് ചെയ്യുമല്ലോ നമ്മൾ. ആ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പം അവരുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ കളർ ഫെയ്ഡ് ആവാൻ പാടില്ല. ദീസ് ആർ ദ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഡൈ. And the next portion of this chapter is the theories of color and constitution. അതായത് ഒരു കെമിക്കൽ ഒരു ഡൈ ആയിട്ട് മാറണമെങ്കിലും അത് അതിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലും കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കളർ, ഒരു കെമിക്കൽ അത് കളർ കാണിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബ്സോർബിങ് 1 part of the light from the visible light. That is we know that visible light is VIBGYOR. It's a combination of 7 colors, and if the chemical is absorbing the blue region of the visible light, it is emitting the red region. So the emitted light ൻ്റെ കളറായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ റെഡായിട്ട് കാണുന്ന ഒരു മെറ്റീരിയൽ ബ്ലൂ റീജിയനിലെ വിസിബിൾ ആയിട്ടുള്ള ബ്ലൂ റീജിയനെ അബ്സോർബ് ചെയ്യുകയും റെഡ് റീജിയനെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് റെഡ് കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടാണ് നമുക്ക് ആ കോമ്പൗണ്ടിനെ കാണാൻ പറ്റുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 തിയറികളാണ് നമുക്ക് പഠിക്കാനുള്ളത്, വിക്സ് തിയറി ആൻഡ് വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ ഓരോ ഡൈ മെറ്റീരിയൽസിലും നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പം 2 ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഒരു ഡൈയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ക്രോമോഫോർ.
അതായത് എ ഡൈ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 parts, namely chromophores and auxochromes. A chromophore is a group that produces color. അതായത് ഇപ്പോൾ 2 ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം COOH, COO എസ്റ്റർ, അതേപോലെ OH ഫങ്ഷണൽ ഗ്രൂപ്പ്, NO2 ഫങ്ഷണൽ ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ക്രോമോഫോർ ആയിട്ടും ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഓക്സോക്രോംസ് ആയിട്ടുമാണ് ഈ ഡൈയിൽ ആക്ട് ചെയ്യണത്. സോ ക്രോമോഫോർ എന്താണെന്ന് ചോദിച്ചാൽ ആ കോമ്പൗണ്ടിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളെയാണ് നമ്മൾ ക്രോമോഫോർ എന്ന് പറയാം. Chromophore is a group that produces color. The compound containing at least one chromophore is called a chromogen. അപ്പോൾ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെയാണ് നമ്മൾ ക്രോമോഫോർ എന്ന് പറയുന്നതിൻ്റെ ലിസ്റ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നൈട്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതൊരു ക്രോമോഫോറിക് ഗ്രൂപ്പാണ്. നൈട്രോസോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസോക്സി, കാർബണിൽ, തയോകാർബണിൽ, പാരാക്വിനോയിഡ്, എത്തിലിനിക്, ഡബിൾ ബോണ്ട് ഉള്ളതൊക്കെ ഒരു ക്രോമോഫോർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി കൂടുതൽ നമ്പർ ഓഫ് ക്രോമോഫോർ, ഇപ്പോൾ ഒരു ഡൈയിൽ ഒരു ക്രോമോഫോർ ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രോമോഫോർ ആകാം. അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ക്രോമോഫോർ ഒരു ഡൈയിൽ പ്രസൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ കോമ്പൗണ്ടിന് ഗ്രേറ്റർ ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എത്തീൻ CH2 ഡബിൾ ബോണ്ട് CH2 അത് കളർലെസ് ആണ്. അതായത് ഒരൊറ്റ ഡബിൾ ബോണ്ടേ അതിലുള്ളൂ. അത് ക്രോമോഫോർ ആണ്, പക്ഷെ അത് കളർലെസ് ആണ്. ബട്ട് ദ കോമ്പൗണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH 6 times CH3, അതായത് 6 ഡബിൾ ബോണ്ട് വരുന്ന ഈ ഒരു കോമ്പൗണ്ട് യെല്ലോ ആണ്. അതേപോലെ നൈട്രോബെൻസീൻ എന്ന് പറയുന്ന C6H5NO2 യെല്ലോ ആണ് കളറ്. പക്ഷേ അസോബെൻസീൻ N ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതൊരു ഓറഞ്ച് റെഡ് കളറാണ്. അപ്പോൾ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും ഓരോ ക്രോമോഫോറിനും ആ ക്രോമോഫോറിൻ്റെ എണ്ണത്തിനും അനുസരിച്ചിട്ടാണ് ഓരോ കോമ്പൗണ്ടിൻ്റെയും കളറ് വേരി ചെയ്യുന്നത്. കൂടുതൽ നമ്പർ ഓഫ് ക്രോമോഫോർസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള കളറായിരിക്കും ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ടൈപ്പ് കാറ്റഗറി ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്സോക്രോം ആണ്. നമ്മൾ പറഞ്ഞ 2 പാർട്ടാണുള്ളത്, ക്രോമോഫോറും ഓക്സോക്രോമും. ഓക്സോക്രോം എന്ന് പറയുന്നത് ഉള്ള കളറിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്സോക്രോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സോക്രോം ഇസ് എ ഗ്രൂപ്പ് വിച്ച് വൈൽ നോട്ട് പ്രൊഡ്യൂസിങ് എനി കളർ ബൈ ഇറ്റ് സെൽഫ് ബട്ട് ഈസ് ഏബിൾ ടു ഇൻറ്റൻസിഫൈ ദ കളർ ഓഫ് എ കോമ്പൗണ്ട് വെൻ പ്രസൻറ്റ് ടുഗദർ വിത്ത് എ ക്രോമോഫോർ ഇൻ ഇറ്റ്. അപ്പം A എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അതായത് ഒരു കോമ്പൗണ്ട് അതിൽ A എന്ന് പറയുന്ന ഒരു ക്രോമോഫോർ, ആ ക്രോമോഫോർ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് യെല്ലോ കളറായിരിക്കും. പക്ഷേ B എന്ന് പറയുന്ന ഒരു ഓക്സോക്രോം അതിൻ്റെ കൂടെ ഉണ്ടാവുമ്പം Aയും Bയും കൂടി ചേരുമ്പം യെല്ലോ കളർ എന്നുള്ളത് റെഡ് കളറിലേക്ക് മാറും. അതാണ് ഓക്സോക്രോമിൻ്റെ ഫങ്ഷൻ. ഉള്ള കളറിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്സോക്രോമിൻ്റെ ഫങ്ഷൻ. അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഓക്സോക്രോം എന്ന് പറയുക. എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. OR, ഹാലജൻ, OH, NH2, NHR, NR2 അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമ്മൾ ഓക്സോക്രോംസ് എന്ന് പറയും. ഈ ഒരു തിയറിനെയാണ് നമ്മൾ വിറ്റ്സ് തിയറി എന്ന് പറയുന്നത്. വിറ്റ്സ് തിയറി WITT ' S തിയറി. വിച്ച് തിയറി പറയുന്നത് ഒരു ഡൈയിൽ 2 ടൈപ്പ് ഫങ്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ടാവും, ക്രോമോഫോർ, ഓക്സോക്രോം. ക്രോമോഫോർ എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രൊഡ്യൂസിങ് കളർ ടു ദ ഡൈ ആൻഡ് ഓക്സോക്രോം ഈസ് ഇൻറ്റൻസിഫൈങ് ഇറ്റ്സ് കളർ വെൻ ദർ ഇസ് എ ക്രോമോഫോർ പ്രസൻറ്റ് ഇൻ ദ മോളിക്യൂൾ. അപ്പോൾ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക ക്രോമോഫോറിൻ്റെയും ഓക്സോക്രോംസിൻ്റെയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ പ്രസൻസ് ഓഫ് ഓക്സോക്രോംസ് ഈസ് എസെൻഷ്യൽ ഫോർ എ ക്രോമോജൻ ടു ഫങ്ഷൻ ആസ് എ ഡൈ. ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഡൈ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അതിൽ ഓക്സോക്രോം നിർബന്ധമാണ്. ഇപ്പോൾ നമുക്കറിയാം കുറേ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ എല്ലാ കോമ്പൗണ്ട്സും എന്തല്ല ഡൈ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡൈ ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫാബ്രിക്കിലോ അല്ലെങ്കിൽ ടോയിലോ ഹെയറിലോ ഒക്കെ അത് പിടിച്ചിരിക്കണം, ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിക്സ് ചെയ്യാൻ ഉള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓക്സോക്രോമും കൂടി ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ക്രോമോഫോറും ഓക്സോക്രോമും നിർബന്ധമായിട്ടും ഒരു ഡൈയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഇതൊരു ഓറഞ്ച് റെഡ് കോമ്പൗണ്ടാണ്, പക്ഷെ അതൊരു ഡൈ അല്ല. കാരണം അതിൽ N ഡബിൾ ബോണ്ട് N എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്.
അതായത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ബെൻസീൻ റിങ്ങും അതിൻ്റെ നടുവിൽ എൻ ഡബിൾ ബോണ്ട് എൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ഇതിൽ എന്തുണ്ട്, എൻ ഡബിൾ ബോണ്ട് എൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് മാത്രം അല്ല, ക്രോമോഫോർ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൽ ഓക്സോക്രോം ഇല്ല. പക്ഷെ മുകളിൽ കോമ്പൗണ്ടിൽ പാരാഹൈഡ്രോക്സി അസോബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ എൻ ഡബിൾ ബോണ്ട് എൻ എന്ന് പറയുന്നത് ഒരു ക്രോമോഫോർ ആണ്, OH എന്ന് പറയുന്നത് ഒരു ഓക്സോക്രോം ആണ്. സോ താഴെയുള്ള കോമ്പൗണ്ട് ഒരു ഡൈ അല്ല, മുകളിലുള്ള ഒരു കോമ്പൗണ്ട് ഒരു ഡൈ ആണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. താഴെയുള്ള കോമ്പൗണ്ട് C6H5 N ഡബിൾ ബോണ്ട് N C6H5 ഈസ് നോട്ട് എ ഡൈ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി chromophore N double bond N. But the compound above that is containing N double bond N as the chromophore and OH as the oxochrome. So the above compound is a dye. ഒരു ഓറഞ്ച് റെഡ് കളറ് ബ്രൈറ്റ് റെഡ് ഡൈ ആണ് ഈ പാരാഹൈഡ്രോക്സി അസോബെൻസിൻ. സോ ദ പ്രസൻസ് ഓഫ് ഓക്സോക്രോം ഇസ് എ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഫോർ എ ക്രോമോജൻ ടു ഫങ്ഷൻ ആസ് എ ഡൈ. അപ്പോൾ എന്താണ് ഓക്സോക്രോമിൻ്റെയും ക്രോമോഫോറിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. വേറൊരു എക്സാമ്പിളാണ് 1-നാഫ്തോൾ. 1-നാഫ്തോൾ ഏറ്റവും ലെഫ്റ്റിലുള്ള കോമ്പൗണ്ട് 1-നാഫ്തോൾ എന്താണ്, കളർലെസ് ആണ്. അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ആണ്. OH ഒരു ഓക്സോക്രോം ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ക്രോമോഫോർ ഇല്ലാതെ ഓക്സോക്രോം ഉണ്ടായാലും എന്തല്ല, അത് ഡൈ ആയിട്ട് വർക്ക് ചെയ്യില്ല. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് നോക്കൂ, 2,4-ഡൈനൈട്രോ നാഫ്തലീൻ. അതിൽ NO2 രണ്ട് NO2 വരുന്നുണ്ട്. അത് രണ്ടും എന്താണ്, ക്രോമോഫോർ ആണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിൽ ക്രോമോഫോർ ഇല്ല, ഓക്സോക്രോം ഉണ്ട്. സെക്കൻഡ് കോമ്പൗണ്ടിൽ ക്രോമോഫോർ രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ ഓക്സോക്രോം ഇല്ല. അപ്പോൾ അതും എന്തല്ല, ഡൈ അല്ല. ഇനി തേർഡ് കോമ്പൗണ്ട് നോക്കൂ, 2 NO2 ഉണ്ട്, അതായത് 2 ക്രോമോഫോർ ഉണ്ട്, OH ഓക്സോക്രോം ഉണ്ട്. അപ്പം ഇത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ഉണ്ടായാൽ മാത്രമേ അതൊരു ഡൈ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ദിസ് 2,4-ഡൈനൈട്രോ 1-നാഫ്തോൾ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഡൈ. ഇതാണ് വിച്ച് തിയറി പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിയറി ഈസ് ദി valence bond theory. Valence bond theory is almost similar to Witts theory. Valence bond theory പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ്സും പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഡൈ ആയിട്ട് ആക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രോമോഫോർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടാണ്. Chromophore, the groups that produce color in a compound are the groups in which pi electrons get excited from lower levels to higher levels, raising the molecular species from ground states to the excited states by absorbing of radiation quanta in the visible region. This produces color in those chromogens. അതായത് നമുക്കറിയാം, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുകയും പിന്നെ അവർ ഡി എക്സൈറ്റേഷൻ നടത്തുമ്പോൾ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ എമിറ്റ് ചെയ്യുന്ന ലൈറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓക്സോക്രോംസ് ആണ് ഇങ്ങനെയുള്ള എക്സൈറ്റേഷൻ നടത്തിയിട്ട് കളേഴ്സിനെ പുറത്തു വിടുന്നത്. ക്രോമോഫോർസ്. ഇനി ഓക്സോക്രോംസ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ എന്താ പറയുക, ഇൻറ്റൻസിഫൈ ചെയ്യുക, അതായത് ബാറ്റോക്രോമിക് ഷിഫ്റ്റ്. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് 470 നാനോമീറ്ററാണ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എങ്കിൽ അതിൽ ഓക്സോക്രോമും കൂടി പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 500 ആയിരിക്കും. അപ്പോൾ ഈ ഓക്സോക്രോംസിൻ്റെ പ്രസൻസാണ് ഇവരെ കളർ ഇൻറ്റൻസിഫൈ ചെയ്യാനും അതായത് വേവ് ലെങ്ത് ഒന്നും കൂടി കൂടുതലുള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള ഒരു ട്രിഗർ കൊടുക്കുന്നത് ഈ ഓക്സോക്രോംസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണെന്നാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അപ്പോൾ ഈ ബാറ്റോക്രോമിക് ഷിഫ്റ്റ് ഓർ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് യെല്ലോ കളറുള്ള സാധനം ഓക്സോക്രോമിൻ്റെ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ അത് റെഡ് കളർ ആവുന്നതിൻ്റെ കാരണം ബാറ്റോക്രോമിക് ഷിഫ്റ്റാണ്. അതായത് 470 നാനോമീറ്ററിൽ നിന്ന് 500 നാനോമീറ്ററിലേക്ക്, ഞാൻ വെറുതെ ഒരു വാല്യൂ പറയാം കേട്ടോ, 470 നാനോമീറ്ററിൽ നിന്ന് 500 നാനോമീറ്ററിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത് ഓക്സോക്രോമിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ആ ഒരു ഷിഫ്റ്റിനെയാണ് നമ്മൾ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബാറ്റോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസണാണ് പറയുന്നത്. 2 എക്സാമ്പിൾ എടുത്തിട്ട്, അതായത് നൈട്രോ ബെൻസീനും പാരാ നൈട്രോ അനിലിനും. നൈട്രോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെൻസീനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉള്ളതാണ്.
പാരാനൈട്രോ അനിലിൻ എന്ന് പറഞ്ഞാൽ NH2 പാരാ പൊസിഷനിൽ വരുന്നതാണ്. അപ്പം ഇതിൽ നൈട്രോ ബെൻസിൻ എന്ന് പറയുന്നത് യെല്ലോ കളറും ഈ പാരാനൈട്രോ അനിലിൻ എന്ന് പറയുന്നത് ഓറഞ്ച് റെഡും ആണ് കളർ. അപ്പോൾ ഈ നൈട്രോ ബെൻസിൻ എന്ന് പറയുമ്പോൾ അതിൽ ക്രോമഫോർ മാത്രമേ ഉള്ളൂ. പാരാനൈട്രോ അനിലിൻ എന്ന് പറയുമ്പം അനിലിൻ NH2 ഗ്രൂപ്പ് ഒരു ഓക്സോക്രോമാണ്. അപ്പം പാരാനൈട്രോ അനിലിൻ ഒരു ഡൈ ആയിട്ടും നൈട്രോ ബെൻസിൻ വെറുതെ ഒരു കളേർഡ് സബ്സ്റ്റൻസും ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ ബാത്തോക്രോമിക് ഷിഫ്റ്റ് നടക്കുന്നത് എന്ന് പറയുകയാണ് വാലൻസ് ബോണ്ട് തിയറി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ പ്രൂഫ് കൊടുക്കുന്നത്. നൈട്രോ ബെൻസിന് നമ്മൾ ഇതേപോലെ റെസണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ റെസണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് പോയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മൾ നൈട്രോ ബെൻസിൻ്റെ സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് 5 സ്ട്രക്ചേഴ്സ് ആണ് കിട്ടുന്നത്. ഈ സ്ട്രക്ചേഴ്സ് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുമ്പോൾ ഈ 2 സ്ട്രക്ചേഴ്സ് നൈട്രോ ബെൻസിൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് 5 എണ്ണം, അതേപോലെ പാരാനൈട്രോ അനിലിൻ്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് 6 എണ്ണം വരച്ചാൽ നിങ്ങൾക്ക് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്സ് കിട്ടും. സോ യു ഹാവ് ടു ഡ്രോ ദീസ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ നൈട്രോ ബെൻസിൻ നമ്മൾ റെസണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ 5 റെസണൻസ് സ്ട്രക്ചേഴ്സാണ് കിട്ടുന്നത്. അതേപോലെ പാരാനൈട്രോ അനിലിൻ ഇത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വരച്ച് പഠിക്കുക. പാരാനൈട്രോ അനിലിൻ നമുക്ക് 6 റെസണൻസ് സ്ട്രക്ചേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രസൻസ് ഓഫ് ഓക്സോക്രോം NH2ൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ 6 റെസണൻസ് സ്ട്രക്ചേഴ്സ് നമുക്കിതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണത് റെഡ് ഷിഫ്റ്റ് കാണിക്കുന്നത് എന്നാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അതുകൊണ്ട് തന്നെ നൈട്രോ ബെൻസിൻ ഒരു പെയിൽ യെല്ലോ സബ്സ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് നോട്ട് എ ഡൈ. ആൻഡ് പാരാനൈട്രോ അനിലിൻ ഈസ് കൺസിസ്റ്റിംഗ് chromophore as well as oxochrome, and that is giving 6 resonance structures, so that is acting as a dye എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാണ് നമ്മൾ വാലൻസ് ബോണ്ട് തിയറി ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡൈസ്, എന്താണ് 2 തിയറി ബേസ്ഡ് ഓൺ ദി ഡൈസ് എന്നുള്ളത്.